ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ആരാണ് പിശാച് എന്നതാണ് ഇന്നത്തെ ശീർഷകം. വാസ്തവത്തിൽ പിശാചിനെക്കുറിച്ച് നാം പഠിക്കേണ്ടതില്ല. പക്ഷേ ആനുകാലിക ലോകത്ത് കാണുന്ന പ്രഘോഷണങ്ങളിൽ പ്രമുഖ സ്ഥാനം പിശാചിൻ്റെ പേരിലാണ് എന്നതാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ പ്രേരകമാകുന്നത്. വാസ്തവത്തിൽ തിന്മയെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനമല്ല. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 22-ാം തിരുവചനം അത് പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഉത്കണ്ഠയും ജിജ്ഞാസയുമുണ്ട് പിശാചിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ. അകമേ വസിക്കുന്നവനെക്കുറിച്ചും അവൻ്റെ ജീവിത ബന്ധത്തെക്കുറിച്ചുമാണ് ധ്യാനിക്കേണ്ടതും അറിയേണ്ടതും. അറിയേണ്ട കാര്യങ്ങളെക്കാൾ അറിയേണ്ടതില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കുക. പ്രഘോഷണ മേഖലയിൽ ഇത്തരം പ്രഘോഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് തിന്മയുടെ പ്രഘോഷണങ്ങൾ മേൽക്കൈ നേടുന്നത്? പ്രധാനമായും മനുഷ്യൻ്റെ ഭയത്തെയും അവൻ്റെ ജിജ്ഞാസയെയും ചൂഷണം ചെയ്യാം എന്നതുകൊണ്ടാണ്. മാത്രമല്ല, ക്രിസ്തുവിലായിത്തീരുന്നവർ സ്വതന്ത്രരായിത്തീരും. ഭയപ്പെടുത്തുന്ന വാക്കുകൾ എപ്പോഴും അടിമത്തത്തിലേക്ക് നയിക്കും. പ്രഘോഷണ വഴികളിൽ ഒരു കൂട്ടത്തെ അടിമയായി നിലനിർത്താനുള്ള താല്പര്യം, ഭയപ്പെടുത്തി അനുസരണത്തിൻ്റെ മാർഗത്തിൽ കൊണ്ടുവരാമെന്ന വ്യർത്ഥബോധം, അവയൊക്കെയാണ് വാസ്തവത്തിൽ തിന്മയെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ വ്യാപകമാകാൻ കാരണമാകുന്നത്. ഒന്നുകിൽ പാപത്തിൻ്റെ അടിമ, അല്ലെങ്കിൽ പിശാചിൻ്റെ ആക്രമണത്തിൻ്റെ മുൻപിൽ. രണ്ടിടത്തും പതറിപ്പോകുന്ന മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനിടയാകും. അവനവനിലുള്ള ദൈവത്തെ മറക്കും. ക്രിസ്തു കുരിശിൽ ആഘോഷിച്ച രക്ഷയുടെ ശക്തി ജീവിതത്തിൽ അനുഭവമല്ലാതായിത്തീരും. അതുകൊണ്ട് നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം തിന്മയെക്കുറിച്ചുള്ള പ്രഘോഷണമായിട്ടല്ല, ഈ തിന്മയെ നാം മനസ്സിലാക്കുന്നതിലുള്ള കുറവുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ആരാണ് പിശാച് അല്ലെങ്കിൽ ദുരാത്മാവ് എന്നതിനെ സംബന്ധിച്ച് വിശ്വാസം പഠിപ്പിക്കുന്ന സത്യങ്ങളും കെട്ടുകഥകളും ഒക്കെയായി കൂട്ടിക്കുഴച്ച രീതിയിലാണ് നമ്മുടെ മനസ്സിൻ്റെ ബോധത്തിലുള്ളത്. പൊതുബോധം തിന്മയെക്കുറിച്ച് പലതരം ധാരണകൾ വെച്ചു പുലർത്തുന്നുണ്ട്. മിക്കവയും കെട്ടുകഥകളിൽ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളാണ്. പിശാച് എന്നതിൻ്റെ അർത്ഥം പിശം അശിക്കുന്നതെന്നാണ്. പിശം അശിക്കുന്നതിന് ശവം തിന്നുക എന്നാണ് അർത്ഥം. പിശാച് ശവം തിന്നുന്നവനാണെന്ന് പറയുന്നത് ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല, അത്രത്തോളം നികൃഷ്ടനാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ അടിസ്ഥാന സ്വഭാവം ഭയമായതുകൊണ്ട് ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ തിന്മ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കാരണമാവും. നമ്മുടെ അടിസ്ഥാന സ്വഭാവത്തിലുള്ളൊരു കാര്യമാണ് ഭയം. ആ ഭയത്തെ ഉത്തേജിപ്പിക്കാൻ പിശാച് അരികിലുണ്ട് എന്ന് പറഞ്ഞാൽ മതി. കൂടെയുള്ള ദൈവത്തെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിശാചിനെ ഭയക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ബാല്യകാലം മുതൽ നാം കേൾക്കുന്ന കഥകളിലൊക്കെ അങ്ങനെയാണല്ലോ. ചെകുത്താൻ പിടിക്കുമെന്ന് പറഞ്ഞാൽ കുട്ടി പേടിക്കും. കാരണം അവനിൽ ഭയമുണ്ട്. ഭയം നീക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് ഭയവിമോചനം ഉണ്ടാകുന്നത്. പലപ്പോഴും ദൈവത്തിന് നേരെതിരാളിയായിട്ടാണ് പിശാചിനെ കണക്കാക്കുക. അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. പല മതവിശ്വാസങ്ങളിലും അങ്ങനെയാണ്. പിശാച് ദൈവത്തിൻ്റെ എതിരാളിയല്ല. എതിരാളിയാകണമെങ്കിൽ തുല്യ ശക്തിയുള്ള ഒരാളായിട്ട് മാറണം. പിശാച് ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു മാലാഖ മാത്രമാണ്. ദൈവം പ്രകാശമാണ്. അവിടത്തേക്ക് ഒരു എതിരാളി ഉണ്ടാവുക സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഇരുളുണ്ടാകുന്നത്? പ്രകാശത്തിനെതിരെ ആര് നിൽക്കുന്നുവോ അവൻ ഇരുൾ അനുഭവിക്കും. സത്യമായ ദൈവത്തിലേക്ക് തിരിയാതിരിക്കുമ്പോൾ നാം തിരിയുന്നത് അന്ധകാരത്തിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് വെളിച്ചം കാണാൻ സാധ്യമല്ല. വെളിച്ചമില്ലാതായിട്ടല്ല, വെളിച്ചം നമുക്ക് കാണാൻ സാധ്യമാവുന്നില്ല. നാം ഇരുളിലാണ്ട് പോകും. അപ്പോഴാണ് പിശാചിൻ്റെ ശക്തി പ്രബലമാണ് എന്ന തോന്നൽ നമ്മിലുണ്ടാകുക. ദൈവിക പ്രകാശത്തിന് നേരെതിരായവനാണ് പിശാച്, എതിർനിന്നവൻ. അങ്ങനെ എതിർ നിന്നതുകൊണ്ട് അവന് പ്രകാശം കാണാൻ സാധിക്കുന്നില്ല. പ്രകാശത്തിൻ്റെ ദൂതൻ വീണു പോകുമ്പോൾ അവൻ ഇരുളായി മാറുന്നു. അവൻ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം ദൈവത്തെ ദുഷിക്കുന്നവനായി മാറുന്നു. ദൗത്യത്തിൽ നിന്ന് വീണു പോകലാണ് പിശാചിന് പറ്റിയ വീഴ്ച. പിശാച് അതുകൊണ്ട് പരമശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ പിശാച് വീണുപോയ മാലാഖ മാത്രമാണ്. ഡയബോളോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെവിൾ എന്ന പദമുണ്ടാകുന്നത്. മാർഗതടസ്സമുണ്ടാക്കുക എന്നാണ് മൂലപദത്തിൻ്റെ അർത്ഥം. അതായത് പിശാച് മാർഗത്തിൽ തടസ്സമുണ്ടാക്കുന്നവൻ. ക്രിസ്തുവാണ് മാർഗം. ആ മാർഗത്തിന് തടസ്സമുണ്ടാക്കുന്നവനാണ് പിശാച്. വെളിച്ചത്തിന് തടസ്സമുണ്ടാക്കുന്നവൻ, സത്യത്തിൻ്റെ ഒഴുക്കിന് തടസ്സമുണ്ടാക്കുന്നവൻ. എന്നാൽ മനുഷ്യരക്ഷയ്ക്ക് തടസ്സം നിൽക്കാൻ പിശാചിനാവുമോ? മനുഷ്യരക്ഷയ്ക്ക് തടസ്സം നിൽക്കാൻ പിശാചിനാവില്ല. രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ വീഴ്ചയ്ക്കും ശിക്ഷയ്ക്കും ശേഷമാണ്. ആദ്യം ശിക്ഷിക്കപ്പെട്ടത് പിശാചാണല്ലോ. അവൻ്റെ ശിക്ഷയ്ക്ക് ശേഷമാണ്, വീഴ്ചയ്ക്ക് ശേഷമാണ് രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത്. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് കാരണമാകുന്നത്
പിശാചിൻ്റെ പ്രലോഭനമാണ്. പിശാചിനാൽ പ്രലോഭിതനാകുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവൻ അന്ധകാരം അനുഭവിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് വീഴ്ച ആരംഭിക്കുന്നത്. രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് തന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന പരമാർത്ഥം നാം വിസ്മരിച്ചുകൂടാ. രക്ഷാകര പദ്ധതി എവിടെയെങ്കിലും തടസ്സപ്പെട്ടിട്ടുണ്ടോ? രക്ഷാകര പദ്ധതി തടസ്സപ്പെട്ടിട്ടില്ല. അത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിന് തടസ്സം നിൽക്കാൻ പിശാച് ശക്തനല്ല. വെളിച്ചം ലോകത്തിലേക്ക് വന്നു, അതിനെ ചെറുക്കാൻ ആർക്കും ആയില്ല എന്ന ദൈവവചനം നമ്മളിവിടെ ഓർക്കണം. പിശാചിൻ്റെ പ്രലോഭനം എങ്ങനെയാണ്? അത് ദൈവിക ബന്ധത്തിൽ നിന്ന് അകലാനും ലോകസ്നേഹത്തിലും സ്വന്തം അഹത്തിലും തഴങ്ങാനും നമ്മെ പ്രലോഭിപ്പിക്കുകയാണ് അവൻ ചെയ്യുക. അതുമാത്രമേ അവന് സാധ്യമാകൂ. അവിടെ ആകട്ടെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി സ്നേഹത്തിലും ദൈവിക ബന്ധത്തിലുമാണെന്നുള്ളത് പിശാചിൻ്റെ പ്രവൃത്തിയെ ചെറുക്കാൻ നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. പലപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ശേഷിയുള്ളവനാണ് പിശാച് എന്ന നിലയ്ക്കാണ്. ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു ദൈവിക പദ്ധതിയുമായിട്ടാണ് ദൈവം നമ്മെ ലോകത്തേക്ക് വിടുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിവൃത്തിയാകേണ്ടതുണ്ട്. സ്വതന്ത്ര മനസ്സും ഇച്ഛാശക്തിയും ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ എന്ന് തീരുമാനിക്കാൻ നമുക്കൊരു അവകാശമുണ്ട്. എന്നാൽ ദൈവിക പദ്ധതിയെ തകർക്കാനോ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറികടക്കാനോ ആ സ്നേഹത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മെ അകറ്റാനോ പിശാചിന് സാധ്യമല്ല. കാരണം മനുഷ്യപ്രയത്നം കൊണ്ടല്ല രക്ഷാകര പദ്ധതി സാധ്യമായത്. അത് ക്രിസ്തുവിൻ്റെ അർപ്പണത്താലാണ്. ക്രിസ്തുവിൻ്റെ അർപ്പണത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത പിശാചിന് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അത് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ പ്രവൃത്തികളും പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നും അവൻ ആക്രമിക്കുന്നുവെന്നും അവൻ്റെ ആധിപത്യമാണുള്ളതെന്നും പറയുന്നത് ഒരു തെറ്റായ പ്രഘോഷണമാണ്. ആ പ്രഘോഷണം പിശാചിൻ്റെ നുണയെ സാധൂകരിക്കുന്നതാണ്. പിശാച് നുണയനും വീരവാദം പറയുന്നവനാണ്. അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എൻ്റെ കയ്യിലാണെന്നാണ്. യേശു ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ചും പിശാച് അവനോട് പറയുന്നത് നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്ക്, ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാമെന്നാണ്. അതൊരു വീരവാദമാണ്. യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും ഉടയവനായ ഒരുവനോട് പിശാച് പറയുകയാണ് ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാം. നുണയാണ്, വീരവാദമാണ്. ആ പിശാച് നമ്മുടെ ജീവിത പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നുവെന്നും തടസ്സപ്പെടുത്തുമെന്നും പറയുമ്പോൾ അവൻ്റെ വീരവാദത്തെയും അവൻ്റെ നുണയെയുമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. ദൈവിക ബന്ധത്തിൽ നമ്മെ അകറ്റി ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിനെ മനസ്സിലാകാതിരിക്കാൻ തക്കവിധം മനസ്സിനെ അജ്ഞത കൊണ്ട് മൂടുക മാത്രമാണ് അവൻ്റെ പ്രവൃത്തി. യഥാർത്ഥത്തിൽ സർവശക്തനാണ് ദൈവം. ആ സർവശക്തൻ പ്രകാശിക്കുന്ന ഇടമാണ് ഓരോ മനുഷ്യഹൃദയവും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8:44 10:10 പറയുന്നുണ്ട്, അവൻ നുണയനാണ്, നുണയുടെ പിതാവാണ്, അവൻ കൊലപാതകിയാണ്. ഭൂമിയിൽ ആദ്യം സഹോദര സ്നേഹത്തിനെതിരായി ഉണ്ടാകുന്ന തിന്മ കൊലപാതകമാണ്. കായൻ ആബേലിനെ കൊല്ലുന്നു. അവിടെ പിശാച് ആബേലിനെ കൊല്ലുകയല്ല, കായനാണ് കൊല്ലുന്നത്. പിശാച് കായൻ്റെ ഹൃദയത്തിനകത്ത് അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രലോഭനമുണ്ടാക്കുന്നു. ആ പ്രലോഭനത്തിൽ വീണുപോകുന്ന കായൻ ആബേലിനെ കൊല്ലുന്നത് പൈശാചിക ശക്തിയാലല്ല, സ്നേഹിക്കാൻ നൽകിയ, സഹോദരന് വേണ്ടി മരിക്കാൻ നൽകിയ ജീവശക്തി ഉപയോഗിച്ചിട്ടാണ് കായൻ ആബേലിനെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ആ കൊലപാതകം ഒരു പാപമായിട്ട് മാറുന്നത്. തനിക്ക് നൽകപ്പെട്ട സ്നേഹിക്കാനുള്ള ശക്തിയെ, ജീവൻ പകരാനുള്ള ശക്തിയെ മറ്റൊരാളെ കൊല്ലാനുള്ള പ്രവൃത്തിക്ക് വേണ്ടി കായൻ ഉപയോഗിക്കുന്നത് പിശാചിൻ്റെ ഉപദേശം കേട്ടിട്ടാണ്, ആ പ്രലോഭനത്തിൽ വീണുകൊണ്ടാണ്. ഇന്നും തിന്മയുടെ പ്രലോഭനത്തിൽ വീണ് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നാം ചെയ്യുന്നത് എന്താണ്? നമുക്ക് നൽകപ്പെട്ട ജീവശക്തി, സ്നേഹിക്കാനുള്ള കഴിവ് സഹോദര സ്നേഹത്തിനെതിരായി വിനിയോഗിക്കാൻ പിശാചിൻ്റെ പ്രലോഭനത്തിന് നമ്മൾ വിധേയരാകുന്നു. അങ്ങനെ നാം സഹോദര സ്നേഹത്തിനെതിരായി, ദൈവസ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്തുവിലുള്ള ജീവിതം അസാധ്യമായി തീരുന്നത്. അപ്പോഴാണ് നാം പാപത്തിൽ നിബന്ധിക്കുന്നത്. ഒരിക്കലൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി, ജീവദാതാവായ പുത്രനെ കൊന്നാൽ എന്നേക്കുമായിട്ട് അവനെ അവസാനിപ്പിക്കാമെന്ന് പിശാച് കരുതിയത്രേ. യേശുവിൻ്റെ മരണത്തിന് പിശാചാണ് കാരണം എന്ന് പറയുന്നിടത്ത് മനുഷ്യകുലത്തിൻ്റെ തിന്മ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. രണ്ടാമതൊരു കാര്യം, പിശാച് ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. അവനെപ്പോഴും ഭയപ്പെടുകയാണ്. യേശു കുരിശിൽ മരിച്ചാൽ അപകടമാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പിശാചിനാണ്. പിശാചുകളെ ഒഴിവാക്കാൻ യേശു പലപ്പോഴും പൈശാചിക ഉച്ചാരണം നടത്തുമ്പോൾ അവർ പറയുന്നുണ്ട്, സമയമാകുന്നതിന് മുമ്പ് നീ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഏതായാലും നീ ഞങ്ങളെ തോൽപ്പിക്കും, നിൻ്റെ മരണം ഞങ്ങളുടെ അവസാനമാണ്. അതറിയുന്ന പിശാച് എങ്ങനെയാണ് യേശു കുരിശിൽ മരിച്ചാൽ അവൻ എന്നേക്കുമായി കൊല്ലാമെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് കരുതുന്നത്? പകരം അവൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ഇവനെ കൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാനാവില്ലെന്ന് യഹൂദരെ അവൻ ഭയപ്പെടുത്തി.
അവർ പറഞ്ഞ വാക്കിൽ യഹൂദർ വീണു പോകുന്നു. ഇവനാണ് നിങ്ങളുടെ ശത്രുവെന്ന് പിശാച് യഹൂദനോട് പറയുന്നു. വാസ്തവത്തിൽ ശത്രുവായവനാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. കാരണം അവർ പ്രവാചക വചസ്സുകളെ വേണ്ടവിധം ഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ വചനത്തെ, പ്രവാചക വചസ്സുകളെ വേണ്ടവിധം ഗ്രഹിക്കാതെ പോയതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റിയതാണ്. പിശാചിൻ്റെ വാക്ക് കേട്ട് അവർ യേശുവിനെ കുരിശിൽ തറച്ചു. യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് പിശാചിൻ്റെ തോൽവിയാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യൻ വിമോചിതനാവുകയാണ്. പരിശുദ്ധാത്മാവ് നൽകപ്പെടുകയാണ്. യേശുവിനെതിരെ തിരിയാനായിട്ട് യഹൂദനെ പ്രേരിപ്പിക്കുന്നത് അസൂയയുടെ ദുരാത്മാവാണ്. അവരുടെ ഉള്ളിൽ അസൂയ ഉണ്ടാവുകയാണ്. ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ശക്തി എവിടെ നിന്ന്? ഇവൻ ആരാണ്? അതുകൊണ്ട് അത്തരത്തിൽ ഉയർന്നു വരുന്ന ഒരുവനെ നശിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ പ്രമാണിത്വവും പൗരോഹിത്യ അധികാരവും നിലനിൽക്കില്ല എന്ന ഭയമാണ് യഹൂദരെ വിഴുങ്ങിയത്. ആ ഭയമാണ് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതിലേക്ക് അവരെ നയിക്കുന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം പറയുന്നുണ്ട്, യേശുവിനെതിരെ തിരിയുന്ന യഹൂദരുടെ പ്രവൃത്തി അസൂയ നിമിത്തമാണെന്ന് പിലാത്തോസ് മനസ്സിലാക്കി. അസൂയയാണ് എപ്പോഴും ഒരുവനെ ശത്രുവായി പ്രഖ്യാപിച്ച് ഇല്ലായ്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അസൂയ നിമിത്തമാണ് യഹൂദരത് ചെയ്തത് എന്ന് മാത്രമല്ല കരുതേണ്ടത്. ഇന്ന് നാം സഹോദര സ്നേഹത്തിനെതിരായി തിരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അസൂയയുടെ ദുരാത്മാവാണ്. അസൂയയുടെ ദുരാത്മാവ് നമ്മെ പ്രലോഭിപ്പിക്കുന്നു. ആ പ്രലോഭനത്തിൽ വീണ് നാം ജഡിക പ്രവൃത്തികളിലേക്ക് പോകുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം പറയുന്നുണ്ട്, അസൂയ ജഡിക പ്രവൃത്തിയാണ്. നിങ്ങൾ ജഡികരാണ് എന്ന് പറഞ്ഞിട്ട് ശ്ലീഹ പറയുന്നത്, നിങ്ങൾക്കിടയിൽ ഇപ്പോഴും അസൂയയും തർക്കവും നിലനിൽക്കുന്നില്ലേ? നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. ആ ജഡികതയിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള പ്രലോഭനമാണ് അസൂയയുടെ ദുരാത്മാവ് അവന് നൽകുന്നത്. പാപമില്ലാത്തവനായ ക്രിസ്തുവിൻ്റെ മേൽ തനിക്ക് അധികാരമില്ലെന്ന് പിശാചിന് അറിയാമായിരുന്നു. മനുഷ്യൻ്റെ മേൽ അധികാരം ഉണ്ടായത് എങ്ങനെയാണ്? പാപം ചെയ്തപ്പോൾ ദൈവത്തിനെതിരായി തിരിഞ്ഞു. പിശാചിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൻ പിശാചിൻ്റെ അടിമയായി. അങ്ങനെ മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ട അധികാരം പിശാചിന് കൈമാറുകയാണ് ചെയ്തത്. ഈ അധികാരത്തിന് വിധേയപ്പെടാതെ മനുഷ്യപുത്രനായ ലോകത്ത് വന്ന ക്രിസ്തു പിശാചിനെ തോൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണം വഴി എന്നേക്കുമായി താൻ തോൽപ്പിക്കപ്പെടുമെന്ന് പിശാചിന് അറിയാമായിരുന്നു. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പിശാച് തോൽപ്പിക്കപ്പെടുമെന്ന്. പിശാചിനതറിയാമായിരുന്നു. യേശു കുരിശിൽ മരിക്കുമ്പോൾ താൻ എന്നേക്കുമായി തോൽപ്പിക്കപ്പെടും. ഇപ്പോഴും പ്രഘോഷണങ്ങളിൽ പിശാച് തോറ്റിട്ടില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിലെ നിർവാഹകത്വം മുഴുവൻ അവനാണെന്നും വാദിക്കുന്ന പ്രഘോഷകർ യഥാർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് യേശു പിശാചിനെ തോൽപ്പിച്ചിട്ടില്ല എന്നാണ്. തൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഭയക്കുന്ന പത്രോസ് നമുക്ക് വഴിമാറിപ്പോകാമെന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, നിന്നിൽ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യ മനസ്സാണ് യഥാർത്ഥത്തിൽ സാത്താൻ. സാത്താൻ്റെ മുഖം അവനിൽ കാണുന്നത് അല്പം മുമ്പ് നീ ദൈവപുത്രനാണ്, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ അതേ പത്രോസിൽ തന്നെയാണ്. നമ്മുടെ പ്രഘോഷണങ്ങളിൽ ഇപ്രകാരം പൈശാചിക തിന്മകളെ ചുറ്റുപാടും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയും പത്രോസിൽ പ്രവർത്തിച്ച മനുഷ്യാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ പത്രോസിനന്ന് ദൈവാത്മാവ് നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ കുരിശുമരണ ശേഷം പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെട്ടതിന് ശേഷമാണ് ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ വിശുദ്ധ പത്രോസ് മുന്നേറുന്നത്. നാം ആകട്ടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തന വഴിയിലാണ്. ദൈവാത്മാവ് നമ്മിൽ നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോഴും പിശാചാണ് ലോകത്തിൻ്റെ അധികാരിയെന്നും അവൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിന് തടസ്സമെന്നും പറയുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ നാം തള്ളിപ്പറയുകയാണ്. അങ്ങനെ നമ്മെക്കൊണ്ട് തള്ളിപ്പറയുകയാണ് പ്രലോഭകനായ പിശാചാണ് ഇത്തരത്തിൽ സുവിശേഷത്തെ വ്യാഖ്യാനിക്കാൻ തങ്ങളെ വിലക്കെടുക്കുന്നതെന്ന് ഈ പ്രഘോഷകർ തിരിച്ചറിയാതെ പോകുന്നതാണ് ഖേദകരം. സാധാരണ നമുക്ക് തന്നെ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് വലിയ വേദന ഉണ്ടാകാറുണ്ട്. ദാരുണമായ അന്ത്യം എന്നാണ് നമ്മൾ കാണുക. യഥാർത്ഥത്തിൽ ദാരുണമായ അന്ത്യമല്ല, അതിശക്തമായ ആത്മസമർപ്പണത്തിൻ്റെ വിജയമാണ് കുരിശിൽ സംഭവിക്കുന്നത്. യേശുവിൻ്റെ കുരിശുമരണത്തിന് പശ്ചാത്തലം ഒരുക്കിയത് പിശാചാണോ? യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിയാണത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ ഈ മണിക്കൂറിലേക്ക് വരേണ്ടതാണല്ലോ, ഞാനിത് അനുഭവിക്കേണ്ടതാണല്ലോ, ഈ മരണം അനിവാര്യമാണല്ലോ. അത് ശിഷ്യന്മാരോടും അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാനിങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് ദൈവഹിതം എങ്ങനെ നിറവേറും? ഇത് ദൈവഹിതമാണ്. ആ ദൈവഹിതത്തെ തിരിച്ചറിയുകയും കീഴ്വഴങ്ങുകയും ചെയ്താണ് ക്രിസ്തു വിജയം ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളും വേദനകളും ദാരുണമായ ദുരന്തങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് കാണുമ്പോഴാണ് അവയിൽ വിജയം ആഘോഷിക്കാൻ നമുക്ക് കഴിയുക. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ഇതാ ദൈവം നിശ്ചയിച്ചതുപോലെ കടന്നു പോകുന്നു. ദൈവിക പദ്ധതിയാണ് എന്ന് ക്രിസ്തുവിനറിയാം. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും കഷ്ടതകളുമൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും
ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ അർപ്പിച്ച യാഗാർപ്പണത്തോട് ചേർത്ത് സ്വന്തം ജീവിതം അർപ്പിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ പക്ഷത്ത് സാക്ഷ്യമായിട്ട് മാറുകയെന്നും നാം അറിയാതെ പോകരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തൻ്റെ കഷ്ടതകളും വേദനകളും ഒക്കെ സഹനത്തിൻ്റെ പാനപാത്രമായി മുന്നിൽ വരുന്നതിനെ ക്രിസ്തു പറയുന്നത്, ഞാൻ ഈ പാനപാത്രം കുടിക്കേണ്ടയോ? യോഹന്നാൻ 18:11 പറയുന്നുണ്ട്, ഞാൻ ഈ പാനപാത്രം കുടിക്കേണ്ടതല്ലയോ? നമ്മുടെ ജീവിതം സഹനവിമുക്തമാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ പൈശാചികമായൊരു പ്രലോഭനമുണ്ട്. തന്നെ വിധിക്കുന്ന പിലാത്തോസിനോട് യേശു പറയുന്നു, ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ഒരധികാരവും നിനക്ക് എൻ്റെ മേലുണ്ടായിരിക്കുകയില്ല. ദൈവിക പദ്ധതിയാണെന്ന് അവിടെ ഉറപ്പിക്കുന്നു. നമുക്കും ഈ ലോകത്തുണ്ടാകുന്ന കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റണം. അതുകൊണ്ട് നമുക്കും പറയാൻ പറ്റണം, ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്കും ഒരധികാരം ഉണ്ടായിരിക്കുകയില്ല. കുരിശ് വിശ്വാസികൾക്ക് വിജയത്തിൻ്റെ അടയാളവും പിശാചിന് ഭീതിക്ക് കാരണവുമാണ്. ക്രിസ്തുവിനെ ഭയന്ന പിശാച് ക്രിസ്ത്യാനിയെയും ഭയക്കുന്നുണ്ട്. ക്രിസ്ത്യാനി അതറിയാതെ പോകുന്നു. നിങ്ങളുടെ നെറ്റിയിൽ അടയാളം ചെയ്യപ്പെട്ടിട്ടുള്ള വിശുദ്ധ കുരിശിൻ്റെ അടയാളം കാണുമ്പോൾ പിശാച് ഓടിയകലും. പിശാച് എന്ന് കേട്ടാൽ നമ്മൾ ഓടിയകലും. അതാണ് നമ്മുടെ വീഴ്ച, അറിവില്ലായ്മ. മാമോദീസയുടെ അടയാളം വഴി നാം ക്രിസ്തുവിൻ്റെതായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെതായതിനൊന്നും സ്പർശിക്കാൻ പിശാചിന് ശക്തിയില്ല. അവൻ ഭയന്നു വിറയ്ക്കും. കാണാൻ ഭയമുള്ളതിനെയും മോശപ്പെട്ടതിനെയും രക്തദാഹി എന്ന നിലയ്ക്കൊക്കെ പിശാചിനെ ചിത്രീകരിക്കുന്നത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഒരുവനാണ് അവനെന്ന് പറയാൻ വേണ്ടിയാണ്. നാം ആകട്ടെ ഇതൊക്കെ ഭയകാരണമാക്കി മാറ്റി നാം അവനെ ഭയക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പിശാചിനെ നാം ഇങ്ങനെ ഭയക്കുന്നത്? 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അത്തരത്തിൽ വലിയവനായൊരുവൻ അകമയുണ്ടെന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ചുറ്റുപാടും പിശാചുള്ളതായും എല്ലാ പ്രവൃത്തികളും അവൻ നിയന്ത്രിക്കുന്നതായും നമുക്ക് തോന്നലുണ്ടാകുന്നത്. പിശാചിനെ ഭയപ്പെടുമ്പോൾ നമുക്ക് അകത്തുള്ളവനെ നാം അറിയുന്നില്ല, സഭയെ അറിയുന്നില്ല, സഭയുടെ അധികാരത്തെ അറിയുന്നില്ല, കൗദാശികമായ ശക്തിയെ നാം തിരിച്ചറിയാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് പിശാചിനെ ഇങ്ങനെ പ്രാമാണികനായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നിന്ന് വലിയ വീഴ്ചയിലാണ് നാമെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ വിശ്വാസത്തിനകത്ത് പിശാച് ബലം പ്രാപിക്കുന്നത് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നാണ്. പല മതങ്ങൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ പൈശാചികതയെ സംബന്ധിച്ച് വിവിധ വീക്ഷണങ്ങളുണ്ടാകാം. അവയൊക്കെ മായാത്ത മുദ്രകൾ പോലെ നമ്മുടെ മനസ്സിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. ബാല്യകാലം മുതൽ കേട്ടു വളർന്ന കഥകളിൽ പിശാച് ഉഗ്രരൂപിയാണ്, അവൻ ശക്തനാണ്, അവൻ്റെ ശക്തിയാണ് ഈ ലോകത്തെ ഭരിക്കുന്നതെന്ന് ലോകം മുഴുവനും പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തിയെ മറന്ന് നാം ഈ ലോകത്തിൻ്റെ കഥകളിൽ വീണു പോകുന്നു. പിശാചിനെ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? കറുത്തവനായി, അതിശക്തനായി, ദ്രംഷ്ടകളുള്ളവനായി ഒക്കെ പിശാചിനെ ചിത്രീകരിക്കും. അങ്ങനെ ചിത്രീകരിച്ചതിൻ്റെയൊക്കെ പുറകിൽ ചരിത്രപരമായ പല കാരണങ്ങളുമുണ്ട്. അടിയാള ജനതയെ ചെകുത്താനായി ചിത്രീകരിക്കാൻ മേലാളന്മാരുണ്ടാക്കിയ കഥകളാണ് അവയിലധികവും. യഥാർത്ഥത്തിൽ പിശാച് എങ്ങനെയാണ് വരിക എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അവൻ പ്രഭാപൂർണനായ മാലാഖയായിട്ടാണ് അവതരിക്കുക. 2 കൊറിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം അത് പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത് എങ്ങനെയായിരിക്കും പിശാച് വരിക? ടൈയൊക്കെ കിട്ടി മാന്യനായി, നല്ല സ്നേഹവാനായി, സുസ്മേരവദനായി അവൻ വരും. അവൻ ചോദിക്കും, കഷ്ടത്തിലാണല്ലേ, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണല്ലേ, ആരും നിങ്ങളെ സഹായിക്കാനില്ലല്ലേ, ചുറ്റും തടസ്സങ്ങളാണല്ലേ, സഹോദരൻ ശത്രുവാണല്ലേ. ഈ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത് ദൈവം നിന്നെ വെറുക്കുന്നു, ദൈവം നിന്നെ ശപിച്ചിരിക്കുന്നു എന്ന വാക്കിലാണ്, നിനക്ക് രക്ഷയില്ല എന്ന വാക്കിലാണ്. അവിടെ നാം വീണു പോകുന്നത് രക്ഷയില്ല എന്ന ബോധത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ രക്ഷകനായ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നൊരു പ്രവൃത്തിയാണ് നമ്മിൽ നിന്ന് പിശാച് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നമ്മെ ഭയപ്പെടുത്തി തൻ്റെ വഴിക്ക് കൊണ്ടുപോകുകയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാച് ഉഗ്രരൂപിയായി കടന്നു വന്നാൽ നാം ഭയപ്പെട്ടേക്കാം, പക്ഷേ നാം ആ കാഴ്ചയ്ക്ക് കീഴ്പ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഓടിയ വരില്ലേ നമ്മൾ? രോഗവും ദുരിതമൊക്കെ വരുന്ന പിശാചാണെങ്കിൽ ആ പിശാചിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയൊക്കെ അകത്ത് ഇതൊക്കെ ദൈവം നിന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, സ്നേഹിക്കാത്തത് കൊണ്ടാണ്, നിൻ്റെ കുറവ് കൊണ്ടാണ്, നിനക്കൊരിക്കലും രക്ഷയില്ല എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ദൈവബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ദൈവത്തെ നിഷിക്കാനും കുരിശുമരണത്തെ നിഷേധിക്കാനും നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് പിശാചിൻ്റെ പ്രവൃത്തി. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയുന്നുണ്ട്, യേശുവാകുന്ന പ്രകാശം ലോകത്തേക്ക് കടന്നു വന്നു. ആ പ്രകാശത്തെ തടുക്കാൻ ഇരുളിന് കഴിയില്ല. പിശാച് ഇരുളാണ്, അതായത് വെളിച്ചത്തിനെതിരായി നിന്നവൻ. ആ വെളിച്ചത്തിനെതിരായി നിന്നവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് എന്ന് പഠിപ്പിക്കും വിധം എല്ലാ പ്രശ്നങ്ങളും ഉത്തരവാദിത്വം പിശാചിനാണെന്ന് ഏൽപ്പിച്ച് പൈശാചിക തിന്മകളെ ശാസിക്കുന്നവരായി ഭാവിച്ച് സുവിശേഷം പറയുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ നിഷേധിക്കുകയും പൈശാചികമായ തിന്മയാണ് ലോകത്തെ ഭരിക്കുന്നതെന്ന് പറയാതെ പറയുകയും ചെയ്യുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാത്താൻ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ആ പേരുകളൊക്കെ പൈശാചികതയുടെ പല പ്രവൃത്തികളെ പറയാൻ വേണ്ടി മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള പേരൊന്നുമല്ല. ഇനി അങ്ങനെയുള്ള പേരുകളിലൊക്കെ, അങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെയൊക്കെ വെളിപ്പെടുന്ന ഈ തിന്മ യഥാർത്ഥത്തിൽ ദൈവത്തിന് തുല്യനായവനല്ല, തോൽപ്പിക്കപ്പെട്ട പിശാചാണ് എന്ന് നാം തിരിച്ചറിയണം.
വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായി പറയുന്ന പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സാത്താൻ എന്നും പിശാചെന്നും 130 തവണയും, സർപ്പം, ഉഷസിൻ്റെ പുത്രൻ, പ്രലോഭകൻ, ബെൽസബൂൽ, കൊലപാതകി, ലോകത്തിൻ്റെ അധികാരി, കള്ളൻ, വഞ്ചകൻ, ഉഗ്രസർപ്പം, ഈ ലോകത്തിന് മുഴുവൻ ദേവൻ, നിയമനിഷേധി, അന്തരീക്ഷ ശക്തികളുടെ അധീശൻ, ദുഷ്ടൻ എന്നിങ്ങനെ പല പേരുകളിൽ പിശാച് വിളിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൗത്യത്തിൽ നിന്ന് വീണുപോയ ഒരു സൃഷ്ടി മാത്രമാണ്. അത് നാം തിരിച്ചറിയണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാകട്ടെ മറ്റുറവിടങ്ങളിൽ നിന്നാകട്ടെ നാം പഠിക്കേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതും ക്രിസ്തുവിനെ മാത്രമാണ്. ലോകത്തിൽ നിന്ന് തിന്മയുടെ പേരുകൾ നാം പഠിക്കേണ്ടതില്ല. സഭ്യമായൊരു വാക്ക് പറയാൻ അസഭ്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? അസഭ്യങ്ങൾ പഠിച്ചിട്ടാണോ സഭ്യമായ വാക്കിനെ നാം കണ്ടെത്തേണ്ടത്? പൈശാചിക തിന്മകളെക്കുറിച്ച് ആധികാരികമെന്ന പേരിൽ ഗ്രന്ഥമെഴുതിയ ഒരാൾ പറയുന്നത് കത്തോലിക്ക സഭയിൽ വേണ്ടത്ര പഠനമില്ലാത്തതുകൊണ്ട് താൻ മറ്റുറവിടങ്ങൾ തേടിപ്പോയെന്നാണ്. അതായത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ വിശ്വാസങ്ങളെ തേടിപ്പോയെന്നാണ്. വാസ്തവത്തിൽ ഓർക്കേണ്ടത് സഭ യേശുവിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പിശാചിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള പാഠപുസ്തകമല്ല സഭയുടെ ഗ്രന്ഥങ്ങളൊന്നും. കാരണം യാഥാർത്ഥ്യം ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്കാണ് നാം തിരിയേണ്ടത്. അന്ധകാര ശക്തികൾ ഇന്നും പ്രബലമാണെന്ന് പഠിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിജയത്തെയും ക്രിസ്തുവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഉന്നതമായ ജീവിത വിജയത്തെയും നിഷേധിക്കുകയാണ്. നമ്മെ അന്ധകാരത്തിൽ തളച്ചിടാൻ വേണ്ടിയാണ് അവരെ തിന്മ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഭ പൈശാചിക ഉച്ചാടനം നടത്തുന്നില്ലെന്നല്ല. മാമോദീസയിൽ പൈശാചിക ബഹിഷ്കരണ സഭ നടത്തുന്നുണ്ട്. ഈ ഉച്ചാടനം യഥാർത്ഥത്തിൽ സഭയുടെ അധികാരമാണ്, ക്രിസ്തുവിൻ്റെ അധികാരമാണ്. ആ അധികാരത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് പൈശാചിക ഉച്ചാടനം, അല്ലാതെ പിശാചിനെ വാഴ്ത്തിപ്പാടാനല്ല. അവനാണ് ജീവിതത്തിൻ്റെ നിയന്താവെന്ന് പറയാൻ വേണ്ടിയല്ല. ക്രിസ്തുവാണ് ശക്തനെന്നും അവൻ വിജയിച്ചിരിക്കുന്നുവെന്നും അവനിൽ മുദ്രിതരായ നമ്മുടെ മേൽ പിശാചിനൊരു അധികാരമില്ലെന്നും ലോകത്ത് അവൻ ഒന്നുമല്ലെന്നും പറയാൻ വേണ്ടിയാണ്. ഈശ്വരനും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പൈശാചികതയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നാം തിരിച്ചറിയണം. എല്ലാം പൈശാചിക തിന്മയാണെന്ന് പഠിപ്പിക്കുന്ന, എല്ലാവരിലും പിശാചാണെന്ന് പഠിപ്പിക്കുന്ന, കൈവച്ചവരൊക്കെ മറിഞ്ഞു വീഴുമ്പോൾ അതെല്ലാം പിശാചാണെന്ന് പറയുന്ന അരൂപികളുടെ മയക്കത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിവേകരഹിതമായി പ്രഘോഷണം നടത്തുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഭൂതോച്ചാടന അനുഭവങ്ങൾ പറയുമ്പോഴും പിശാചാണ് ചുറ്റിലുമെന്ന് പഠിപ്പിക്കുമ്പോഴും നാം ഈ അന്ധകാരത്തിൻ്റെ പ്രാബല്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരായി മാറിപ്പോകുമെന്ന് യഥാർത്ഥത്തിൽ ഈ പ്രഘോഷകർ അറിയാതെ പോകുന്നതാകാം. ആരെയും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ അല്ല, പൈശാചിക തിന്മകളെ പ്രഘോഷിക്കുകയല്ല സഭയുടെ ദൗത്യം, ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള വിടുതൽ യഥാർത്ഥ ജീവിതാനുഭവമായി മാറുന്നത് ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രമാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരാനും സഭാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് നിലനിൽക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് അനുഗുണമായ ജീവിത പ്രവർത്തികളെ നിയന്ത്രിക്കാനും പഠിപ്പിക്കേണ്ടതിന് പകരം അകമേ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തെയും ശക്തിയെയും പ്രഘോഷിക്കേണ്ടതിന് പകരം നിങ്ങൾ ഒരു തിന്മയുടെ ആധിപത്യത്തിലാണ്, തിന്മ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു, തിന്മ നിങ്ങളെ ഉപദ്രവിക്കും, മന്ത്രവാദി നിങ്ങളെ ഉപദ്രവിക്കും, ചുറ്റും കാണുന്ന ഇതര മതങ്ങളൊക്കെ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പഠിപ്പിക്കും വിധമുള്ള പാഴ്വാക്കുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? നമ്മെ വർഗീകരിക്കുകയാണ്, വർഗീയവൽക്കരിക്കുകയാണ്, മതമൗലികവാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മതത്തിൻ്റെ സ്വഭാവം ആർജിക്കുകയാണ് ഇവിടെ പ്രഘോഷണങ്ങൾ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമുക്ക് പുറത്തുള്ളവൻ പിശാചാണ് എന്ന് പറയുന്നതിന് പകരം അകത്തുള്ളവൻ ക്രിസ്തുവാണ് എന്ന കാര്യം ഓർക്കുക. യേശു ക്രിസ്തുവിലായിത്തീരുമ്പോൾ നിങ്ങൾ നോക്കുന്നിടമൊക്കെ പ്രകാശിതമാകും. സഹോദരൻ ശത്രുവാണെന്നും അവനിൽ തിന്മയാണെന്നും പഠിപ്പിക്കുന്നതിന് പകരം സഹോദരൻ ക്രിസ്തു വസിക്കുന്നുവെന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. ഒരുപക്ഷെ അവർ ഈ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മെ കൊല്ലാനായ ഒരാൾ വരുമ്പോൾ അയാളിലുള്ള ക്രിസ്തുവിനെ അയാൾ അറിയാതെ പോകുന്നു എന്നൊരു ദുരന്തം അയാളിൽ സംഭവിക്കുന്നുണ്ട്. അയാളിൽ വസിക്കുന്ന, അയാൾ ആരാധിക്കേണ്ട ക്രിസ്തുവിനെ അയാൾ അറിയാതെ പോകുന്നതിന് വേണ്ടി കൂടി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ പ്രകാശം ആനുകാലിക ലോകത്ത് പ്രസരിപ്പിക്കാനുമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവവിളി. പിശാച് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയല്ല, ക്രിസ്തു നിനക്കാരാണ് എന്നതിന് ജീവിതം കൊണ്ട് ഉത്തരം പറയുകയാണ് നമ്മുടെ ദൗത്യം. ആ ഒരു ഓർമ്മയും ആ ഒരു ബോധവും ജീവിത വഴിയിൽ നമ്മെ നയിക്കട്ടെ, പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നമ്മെ നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.